എനിക്കുണ്ടല്ലോ ഈ ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ട് ഈ നീളത്തിലൊക്കെ കിടക്കണ മുടി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വട്ടം ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ ഇങ്ങനെ മനസ്സൊക്കെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോയി സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഞാൻ മൊത്തം ആകെ കൂടി ഒരു 3-4 വട്ടം 3 വട്ടം 4 വട്ടം മൊത്തം ഇങ്ങനെ സ്ട്രെയിറ്റിങ് അതായത് സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുടിയിൽ. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു തൽക്കാല സന്തോഷം എന്ന് പറയുന്ന പോലെ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1.5 മാസം ആ ഒരു ഇത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എൻ്റെ മുടി വീണ്ടും ആകെ ഉള്ളതിനേക്കാളും ഭയങ്കര ഡ്രൈ ആവാറാണ്. എനിക്ക് എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ കൊളായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ സംഭവം നമ്മുടെ ഉള്ള മുടി ഒന്നും കൂടി നല്ല രീതിയിൽ ചെയ്താൽ മതി, അതായത് നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്താൽ മതി. അതിൻ്റെ കൂടെ നമുക്ക് വല്ലപ്പോഴും ഇതുപോലെ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വല്ല സ്റ്റൈലിംഗ് ടൂൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുടി ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവും ചെയ്യും. എന്നാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഞാൻ ഒരിക്കലും ഇനി ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് സംഭവങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ശപഥം ചെയ്തേ വെച്ചേക്കാണ്. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ മുടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാധാരണ എൻ്റെ മുടി എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഫ്രിസി ആയിട്ടുള്ള കുറച്ചൊരു കേളി ഹെയർ ആണ്. അപ്പോൾ എൻ്റെ ഈ ചുരുണ്ട മുടി ഞാൻ എങ്ങനെയാണ് ഈ ഒരു അഗാരോൻ്റെ വോളിമൈസർ ഹെയർ ഡ്രയർ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ പ്ലസ് ഡെമോ ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ആദ്യം ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം, അതിനുശേഷം അതിൻ്റെ ഡെമോ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ ഞാനിന്ന് യൂസ് ചെയ്യണത് ഈ അഗാരോൻ്റെ വോളിമൈസർ ഹെയർ ഡ്രയർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 1 സ്റ്റെപ്പ് സ്റ്റൈലറാണ്. നമുക്ക് മുടി ബ്ലോ ഡ്രൈ ചെയ്യാനും ഹെയർ ഡ്രൈ ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റൈൽ ചെയ്യാനും ഇത് മാത്രം മതി. പിന്നെ ഇതിൻ്റെ ബ്രിസിൽസ് കണ്ടോ, ഇതൊരു ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രിസിൽസ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ടിപ്സ് ഒക്കെ കണ്ടോ, നൈലോൺ പിൻ ബ്രിസിൽസ് ആണ്. അതിൻ്റെ കൂടെ റൗണ്ട് ടിപ്സ് വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് മുടി ഡീടാങ്കിൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതായത് മുടി ഇങ്ങനെ കെട്ടുപിടിക്കില്ലേ ചിലതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അതുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ടിപ്പ് കണ്ടോ, നമ്മൾ സ്റ്റൈൽ ചെയ്യണ സമയത്ത് നമുക്ക് പിടിക്കാൻ വേണ്ടി ഈസി ആയിട്ട് നമുക്ക് അവിടെ പിടിച്ചാൽ മതി. അത് ആൻറ്റി സ്കാൽഡിങ് ടിപ്പാണ്. നമ്മുടെ തലയിൽ കൊണ്ടാലും അതുപോലെ തന്നെ കയ്യോ അങ്ങനെ ഒന്നും പൊള്ളില്ല. പിന്നെ ഇതിൻ്റെ കണ്ടോ 360 ഡിഗ്രി സ്വിവൽ പവർ കോഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെയും കെട്ടുപണഞ്ഞ് അങ്ങനെ അവിടെയും കുടുങ്ങുന്നില്ല, ഈസിയാണ്. പിന്നെ ഇതിൻ്റെ പവർ അത്യാവശ്യം അതിൻ്റെ കേബിൾ നല്ല രീതിയിൽ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് സ്റ്റൈൽ ചെയ്യണ മൊത്തം നമുക്ക് ആ ഒരു വഴുകി പോവുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ചിലതൊക്കെ കണ്ടിട്ടില്ലേ, ചില സമയത്ത് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൈയൊക്കെ വേർത്ത് പോവുക, അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. നമുക്ക് 3 സെറ്റിങ്സ്, അതായത് 3 ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ 2 സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റിംഗ് ആണ് കേട്ടോ അതിൽ വരുന്നത്. അതായത് 3 ലോ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ ഹൈ സ്പീഡും, മീഡിയം ടെമ്പറേച്ചറും അതേപോലെ തന്നെ ലോ സ്പീഡും, ഹൈ ടെമ്പറേച്ചർ, ഇങ്ങനെ 3 സെറ്റിങ്ങിൽ നമുക്ക് ഇത് സെറ്റാക്കാൻ പറ്റും. പിന്നെ പവർ ഓഫ് ബട്ടണും ഇങ്ങനെയാണ് വരുന്നത്. ഹെയർ കുറച്ച് തിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ഹീറ്റിൽ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ച് തിക്കാണ് മുടി എന്നുണ്ടെങ്കിൽ ഹൈ ഹീറ്റിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഒരു കൂൾ ഷോട്ട് സ്വിച്ചും കൂടി വരുന്നുണ്ട്. നമ്മുടെ ഏതാണോ സ്റ്റൈൽ അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ, സെറാമിക് ടൂർമലൈൻ കോട്ടഡ് ബ്രഷാണ് കേട്ടോ. അയോണിക് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ മുടി നല്ല സ്റ്റൈലായിട്ട് ഇരിക്കും. എന്തായാലും ഇതിൻ്റെ ഡെമോ നോക്കാം നമുക്ക്. നമ്മൾ ഏതെങ്കിലും ഇങ്ങനത്തെ സ്റ്റൈലിംഗ് ടൂളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മുടി ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് യൂസ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഈ സിറം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്, ലോറിയലിൻ്റെ. പിന്നെ അതിന് ശേഷം നന്നായിട്ട് മുടിയൊക്കെ ഒന്ന് ആ കെട്ടൊക്കെ ഇല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കെട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മുടി നന്നായി ചീകി ഇതുപോലെ 2 പാർട്ടീഷനായിട്ട്, ഞാനിതുപോലെ വലിയ പ്രൊഫഷണലായിട്ടൊന്നും അല്ലാട്ടോ ചെയ്യാറുള്ളത്, എനിക്കറിയണ പോലെയൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ 2 ഇങ്ങനെ ചെറിയ സെക്ഷനാക്കി എടുത്തിട്ട് നമ്മളിതുപോലെ സ്റ്റൈലിംഗ് ടൂള് യൂസ് ചെയ്യണം. കണ്ടോ ആ ഗ്രിപ്പ് കണ്ടോ, നമുക്ക് നന്നായിട്ട് ആ ഒരു ടിപ്പ് മുകളിലുള്ള കാരണം തന്നെ നമുക്ക് പിടിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. മറ്റുള്ളതിൽ അങ്ങനത്തെ ആ ടിപ്പ് ഉണ്ടാവാറില്ല യൂഷ്വലി. അപ്പോൾ കണ്ടോ, അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടും നമുക്ക്. ഇത് മറ്റുള്ള ഇതിന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആണ് കേട്ടോ. ഇത് 1200 വാട്ടിൻ്റെ ഇതാണ്. ഇത് ഓവൽ ഷേപ്പിലുള്ള ബാരൽ ആയതുകൊണ്ട് തന്നെ കണ്ടോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ, ഹാൻഡിൽ ചെയ്യാനൊക്കെ. നമുക്കിങ്ങനെ അങ്ങനെ ടാങ്കിൾ ആവുക അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര എൻ്റെ എത്ര ചുരുണ്ട മുടിയായാലും അങ്ങനെ കെട്ട് പിടിക്കുക, മുടി പൊട്ടിപ്പോവുക അങ്ങനെ ഒന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ഒരു സൈഡ് കഴിഞ്ഞാൽ രണ്ടും വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും. നല്ല രീതിയിൽ വോളിയം കിട്ടും കേട്ടോ. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. കണ്ടോ, നല്ല വോളിയത്തിൽ നമ്മുടെ മുടി കിടക്കും. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയണത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടും നമ്മൾ സിറം യൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ലാസ്റ്റ് ചെയ്യില്ല ഒരുപാട് നേരം. നിങ്ങൾക്ക് ഇതുപോലത്തെ
സ്റ്റൈലിംഗ് അങ്ങനത്തെ മൂസ് അങ്ങനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പ്രേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടും ഇത് ചെയ്യുക. അപ്പോൾ നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. ഏകദേശം ഒരു 2 ദിവസമൊക്കെ എനിക്ക് തല കുളിക്കാത്ത ദിവസങ്ങളിലൊക്കെ ഇത് കണ്ടോ ഇങ്ങനെ നിൽക്കാറുണ്ട്. കണ്ടോ എൻ്റെ ചുരുണ്ട മുടിയാണെന്ന് പറയില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല വോളിയത്തിൽ കിടക്കും. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ അഗാറോൻ്റെ ഈ ഒരു ഹെയർ ഡ്രയറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കൂടി കാണാം.